ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജിൻഷ. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞിട്ട് വീഡിയോ ആരംഭിക്കുകയാണ്. ഈ വീഡിയോയിലുടനീളം നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നവരുമായിട്ട് മാത്രമായിരിക്കും കാണാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്കൂളിലെ PTA അംഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. എൻ്റെ മോള് പഠിക്കുന്ന ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളിലെ PTA അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ഒരു PTA അംഗത്തിൻ്റെ, അതായത് ബിജുല എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു കഴിഞ്ഞ നോമ്പ് കാലത്തായതുകൊണ്ട് തന്നെ നമ്മൾ പലർക്കും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. നോമ്പുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു നമ്മളെ കൂട്ടത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ട് പോയതാണ് കേട്ടോ അവളുടെ വീട്ടിൽ. ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി, എന്നാലും അവർ ഞങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. നല്ല ഫുഡൊക്കെ തന്ന് നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഒരു ദിവസം കടന്നു പോയിട്ടോ. ഇതാണ് ബിജുലേൻ്റെ അമ്മയാണ് സാരി ഉടുത്തത്. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന അവളുടെ ബ്രദറാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഞങ്ങളെ PTA അംഗങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർ ഞങ്ങളെ PTA ഈ കാണുന്ന രണ്ടാളുകൾ മുൻ PTA ആളുകളാണ്. അവരും അപ്രതീക്ഷിതമായിട്ട് ഇന്ന് എത്തിപ്പെട്ടതാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ സലാം മാഷാണ്, ഞങ്ങളെ സ്കൂളിലെ അറബി മാഷാണ്. സാറും ഞങ്ങൾക്കൊരു അപ്രതീക്ഷിത ഗസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല സാറ് ഉണ്ടാകും അവിടെ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളൊരു 1 മണിക്കാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിലാണ് പോയത്. ഞാനൊക്കെ ഉച്ചയായതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും. കാരണം നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ ലേഡീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിൽ പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് 1 മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പുതിയാപ്പ കോയ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവൾ പുതിയ വീട് വെച്ചിട്ടുള്ളത്. അവരെ തറവാട് വീട് നിന്നിരുന്ന സ്ഥലത്ത് പൊളിച്ചിട്ട് പുതിയ വീട് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുന്നത് ഒരു 2 മണി 2:30 ആയിട്ടുണ്ടാവും. എല്ലാവരും നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയമാണ് കേട്ടോ. ഞാൻ രാവിലെ ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് അവിടുന്ന് കുറച്ച് ചോറുണ്ടിട്ട് ഇറങ്ങിയതാണ്. എന്നാലും ഈ ബസ്സിലെ യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, ചൂടും അല്ലേ. അപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഡൈനിങ് ടേബിളിൽ ഒരു 6 ആൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, ഓരോ ട്രിപ്പായിട്ട് ഇരിക്കാമെങ്കിലും നമുക്കൊരു ഹരമല്ല എല്ലാവരും കൂടി ഇങ്ങനെ വിളമ്പിയെടുത്ത് എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീടും ആ കിച്ചണും ഞങ്ങളങ്ങോട്ട് ഏറ്റെടുത്തു. ഞങ്ങൾ PTA പൊതുവേ സ്കൂളിൽ ചെയ്യുന്ന പരിപാടി തന്നെ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ തന്നെ ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ച് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ ഓരോരുത്തരെടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നത് ഞങ്ങളുടെ PTA പ്രസിഡൻ്റാണ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ PTA പ്രസിഡൻ്റ് ആണെന്നുള്ളത്. പിന്നെ ബിജുല നമ്മളുടെ മാതൃസംഘം ചെയർപേഴ്സണാണ് ബിജുല, ഞാനാണ് വൈസ് പ്രസിഡൻറ്റ്. അപ്പം നമ്മളെല്ലാവരും ഉണ്ട്. ഇത് ജിതേഷ് ഏട്ടൻ ഞങ്ങളെ PTA അംഗമാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മകനും കൂടിയാണ് കേട്ടോ. അങ്ങനെ PTA പ്രസിഡൻറ്റ് ചോറൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾക്കായിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നേ. കടുക്ക, അതുപോലെ ബിരിയാണി, ചോറ്, മീൻകറി, അവിയൽ, അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ബിജുലേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളെല്ലാവരും വൈകിട്ടാണ് അറിയുന്നത്. വിഷ് ചെയ്യാനൊക്കെ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വരുമ്പോൾ അവൾക്ക് സർപ്രൈസായിട്ട് ഒരു കേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവളുടെ ഒരു സന്തോഷത്തിന്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് വരാൻ നേരത്ത് അതൊക്കെ കട്ട് ചെയ്ത് അവൾ അമ്മയ്ക്കും ഏട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവളും ഹാപ്പിയായി, അവൾ ഞങ്ങളോട് പറഞ്ഞു അവളുടെ ലൈഫിൽ ഇങ്ങനൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ടൈമാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഞങ്ങൾ ഒരു കേക്കൊക്കെ വാങ്ങി ഇവിടെ എത്തിച്ച് അവളെ കൊണ്ട് മുറിപ്പിച്ചപ്പോൾ അത് അവൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാക്കി എന്നറിഞ്ഞപ്പം വലിയ സന്തോഷം കേട്ടോ. പിന്നെ കുറച്ച് ആളുകൾ ഈ കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കേക്കൊക്കെ മുഖത്ത് തേക്കുക അങ്ങനത്തെ ഒരു ആഘോഷം എനിക്കിഷ്ടമല്ല. കാരണം ഒരു ഫുഡാണ്, അത് നമ്മൾ വേസ്റ്റ് ചെയ്യരുത്.
അങ്ങനെ പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. പലരും പല വഴിക്കാണ് പോയത്. ഞങ്ങളിതാ നമ്മുടെ PTA പ്രസിഡൻറ്റിൻ്റെ ഈ കാണുന്ന ഓട്ടോറിക്ഷയിൽ ഒരു 6ൽ കൂടുതൽ ആളുകളുണ്ടാകും, 3 കുട്ടികൾ വേറെയും. ഞങ്ങളെല്ലാവരും കൂടി എങ്ങനെയൊക്കെയോ കുത്തി നിറച്ച് ഞങ്ങളെ ബീച്ചിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് പോവാന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ ബീച്ചിലെത്തിയപ്പം നല്ല വെയിലാണ്, നട്ടപ്ര വെയിലത്താണ് നമ്മൾ എത്തുന്നത്. അതും ഈ ചൂടുകാലവും അല്ലേ, നമുക്ക് തീരെ നിൽക്കാൻ കഴിയുന്നില്ല. തണലുള്ള സ്ഥലത്ത് നോക്കി ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നാളുകൾ കൊണ്ടുള്ള പരിചയമാണെങ്കിലും ഞങ്ങൾക്ക് ഉള്ളിലെ സൗഹൃദം ഒരുപാട് ആഴത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പം ബിജിലേക്ക് ഒരിക്കൽ കൂടി 1000 പിറന്നാൾ ആശംസകൾ നേരുകയാണ്. നിങ്ങളും നിങ്ങളുടെ ആശംസകൾ വീഡിയോയിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.